ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഐറ്റം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് 1/18 സ്കെയിലിലെ ലാൻഡ് റോവറാണ്. അതായത് എം എൻ സീരീസിലെ MN111 എന്ന് പറഞ്ഞ മോഡലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഗൈസ് നമ്മുടെ MN-D90 99 99S ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത് വേറെ സാധനമാണ് ഗൈസ്. മെറ്റൽ ബോഡി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. ഞാനിത് അപ്പോൾ അൺബോക്സ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ ഇതിനകത്ത് മഴ കൊടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ വേണ്ടോ 3 ടൈപ്പ് കളറിലൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ഈ പിക്കപ്പ് രീതി ഉണ്ട്, പിന്നെ അതുപോലെ നമുക്കിത് ഈ ഒരു ടൈപ്പ് ഉണ്ട്, പിന്നെ നമുക്കിത് ഈ കാരിയറൊക്കെ വെച്ചിട്ട് നമുക്കിത് ഈ ഒരു യെല്ലോ ടൈപ്പ് ഉണ്ട്. കാരിയർ നമുക്ക് ഇതിലും കിട്ടും. ഓക്കെ, യെസ് ഗൈസ്, ഇതേ ലാൻഡ് റോവറിൻ്റെ ലൈസൻസ്ഡ് പ്രോഡക്റ്റ് കേട്ടോ. ലൈസൻസ്ഡ് പ്രോഡക്റ്റാണ് ലാൻഡ് റോവറിൻ്റെ. നമുക്ക് ഇവനൊന്ന് ഓപ്പൺ ചെയ്യാം ഗൈസ്. നമ്മളങ്ങനെ നമ്മുടെ ലാൻഡ് റോവർ ഡിഫൻഡർ ഓപ്പൺ ചെയ്യാണ്. യെസ് ഗൈസ്, ഇത് കണ്ടോ, അതായത് ഇവന്മാരായിട്ടല്ലേ ലാൻഡ് റോവർ. അവിടെ ഈ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര രസമാട്ടോ അത്. നമുക്ക് ഇവിടെ വെക്കാം. പിന്നെ അതെ ഗൈസ്, ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് പിന്നെ പുറത്തോട്ട് എടുക്കാം ഗൈസ്. അപ്പോൾ അതെ റിമോട്ട്, പിന്നെ എക്സ്ട്രാ ആക്സറീസ് സാധനങ്ങൾ, സ്റ്റിക്കേഴ്സ്, പിന്നെ അതുപോലെ ടൂൾസ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇരിക്കുന്ന കേട്ടോ നമ്മുടെ വണ്ടി. വാവ്, അടിപൊളി. ഇവിടെ ഒരു റിമോട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവനെ നമുക്ക് പുറത്തോട്ട് എടുക്കാം ഗൈസ്. അപ്പോൾ അതെ നമ്മളങ്ങനെ വണ്ടി നമ്മുടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് പുറത്തോട്ട് എടുക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സാധനങ്ങളൊന്നും ഫിക്സഡ് ആയിരിക്കും. അതൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഈ മിറർ, പിന്നെ അതുപോലെ ഈ ഒരു സാധനങ്ങൾ, പിന്നെ ബമ്പർ, അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. കണ്ടോ, ഇത് ക്വാളിറ്റി വൈസ് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അതായത് മെറ്റലാണ്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഗൈസ്. കാരണം ഇത് ഭയങ്കര ക്വാളിറ്റിയിൽ ഇവന്മാർ ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതായത് 110 ഡിഫൻഡർ, ബാക്കിയെല്ലാം നമ്മുടെ 90 ആണ്. MN-90 ഒക്കെ 90 സൈസ് സീരീസ് വണ്ടികളാണ്. ഇത് ഒരു രക്ഷയില്ല, അത്യാവശ്യം കൊള്ളാം. എന്നുവെച്ചാൽ പെർഫോമൻസ് വൈസും എല്ലാം ഞാൻ ചെക്ക് ചെയ്തിട്ട് അടിപൊളിയായിരുന്നു. എന്തായാലും നമുക്ക് ഇവരൊന്ന് ഓടിച്ചൊക്കെ നോക്കാം. പക്ഷേ ഇത് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഗൈസ്. ഇത് കണ്ടോ, 19,500 ഇവൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ RC മോട്ടോർസ് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബാക്ക് ടു നമ്മുടെ ഡിഫൻഡറിലോട്ട് വരാം. അപ്പോൾ ഇവിടെ അതെ ഈ ചാസിസിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റോഡൊക്കെ കണ്ടോ ഗൈസ്, മെറ്റലാണ് കണ്ടോ, ഇതൊക്കെ മെറ്റലാണ്. സസ്പെൻഷനൊക്കെ മെറ്റലാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം കേട്ടോ. സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്യാം. ടയറൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതുണ്ടോ, ഭയങ്കര സ്മൂത്ത് ടയേഴ്സാണ്. നമുക്ക് ഓഫ് റോഡിനൊക്കെ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. കണ്ടോ, ഇത് MN-ൻ്റെ പുതിയ ലോഗോ ഒക്കെ അവന്മാർ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളിയാണ് ഗൈസ്. 3 സ്പീഡാണ്, 3 സ്പീഡ്. ഏറ്റവും ലോ ഗിയർ, പിന്നെ മിഡ്, പിന്നെ ഏറ്റവും ഹൈ ഗിയർ, അങ്ങനെ 3 ടൈപ്പിലാണ് ഗൈസ് ഇവന് ഓടുന്നത്. അപ്പോൾ അതെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഡിഫൻഡറിൻ്റെ ക്യാമൽ ട്രോഫി, പിന്നെ അതുപോലെ ബാക്കിൽ ലാൻഡ് റോവറിൻ്റെ ചെറിയൊരു ഇത്, പിന്നെ ഗൈസ് ബാക്കിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ലൈറ്റൊക്കെ വർക്ക് ചെയ്യട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും ഇവനൊന്ന് ഓണാക്കാം. പിന്നെ ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത്. റിമോട്ട് കണ്ടോ, ഇതാണ് ഗൈസ്. പക്ഷേ ഈ ലൈറ്റൊക്കെ കത്തോട്ടോ, ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ഭയങ്കര അടിപൊളി റിമോട്ടാണ്. പിന്നെ ഒറ്റ കയ്യിൽ നമുക്കിത് യൂസ് ചെയ്യാം. കണ്ടോ, ഇതിലോട്ട് മറ്റേ ഇത് ഈ ഒരു സെറ്റപ്പ് ഉണ്ട് കണ്ടോ. നമുക്ക് ഒറ്റ കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഈ ചാനൽ 4 എന്നുള്ളതാണ് സ്പീഡ് അഡ്ജസ്റ്റ്. അതായത് 3 ലെവലിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് ചാനൽ 3 ലൈറ്റിൻ്റെ ഓപ്ഷനാണ്. പിന്നെ അതുപോലെ നമ്മുടെ സ്റ്റിയറിംഗ് ട്രിമ്മ്, സ്റ്റിയറിംഗ് റേഷ്യോ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ ഇത് ഓൺ ചെയ്യുമ്പോൾ തന്നെ ലൈറ്റ് കണ്ടോ കേട്ടോ. ഇതുണ്ടോ ഗൈസ്, ഫ്രണ്ടിലും കത്തും ഇവിടെയും കത്തും, എല്ലായിടത്തും ലൈറ്റാണ്, എല്ലായിടത്തും ലൈറ്റ്. ഇനി നമുക്ക് നമ്മുടെ വണ്ടി ഓൺ ചെയ്യാം. വണ്ടി ഓൺ ചെയ്യുമ്പോഴത്തേക്കും വണ്ടിയുടെ ബാറ്ററി എങ്ങനെ ഇടുന്നതെന്ന് അറിയാം. ഇത് ഇവിടെ ഒരു പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ബോണറ്റിൽ ഒരു പ്രസ് ചെയ്താൽ മതി കണ്ടോ. ഇത് നമുക്ക് ആ ലോക്ക് വരും, ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതെ ഇവിടെ നമുക്ക് ബാറ്ററി ഇടാം. ഓക്കെ, അപ്പോൾ ഈ ബാറ്ററി ഡീറ്റെയിൽ ഇതാണിത്. 500 mAh 7.4 വോൾട്ട്. ഓക്കെ, നമുക്ക് ബാറ്ററി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാറ്ററീസൊക്കെ നമുക്ക് ഇടാം. നോ സീൻ കണ്ടോ, ക്ലോസ് ചെയ്ത്. ഇനി നമുക്കത് അടിയിൽ ഇതിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിനൊന്ന് ഓൺ ചെയ്യാം. യെസ് ഗൈസ്, ഓൺ ചെയ്ത് കണ്ടോ, ആ ഫ്രണ്ട് ലൈറ്റ് കത്തി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബമ്പറൊക്കെ റിമൂവ് ചെയ്യട്ടോ. ബമ്പർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ലൈറ്റ് ഈ ഹെഡ് ലൈറ്റ് ഒക്കെ കാണാൻ പറ്റും. പക്ഷേ ഇതാണ് ഒരു ലുക്ക്. ഇതുണ്ടോ, പിന്നെ അതെ ബാക്ക് സൈഡിലും ഉണ്ടോ ആ ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. കിടിലം, ഭയങ്കര ലുക്ക് ഉണ്ടോ. ഇനി നമുക്ക് സ്റ്റിയറിംഗ് ടേൺ ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ, ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ടും വർക്ക് ചെയ്യും കണ്ടോ. നമ്മുടെ FMSൻ്റെ ഒക്കെ വണ്ടി പോലെ
ഭയങ്കര രസമുണ്ട്. പിന്നെ അതുപോലെ കണ്ടോ ബാക്കിലും ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കി എന്തൊക്കെ പരിപാടിയാണെന്നുള്ളത് നോക്കട്ടെ. നമുക്ക് ആക്സിലേഷൻ കൊടുത്ത് നോക്കാം. ഇത് ഏറ്റവും ലോ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഏറ്റവും ലോ കണ്ടോ, ഇതുണ്ടോ, ഇതാണ് ഏറ്റവും ലോ, ഇത് മിഡ്, ഇത് ഹൈ. ഓക്കെ അപ്പോൾ അതെ ഏറ്റവും ലോയിൽ വണ്ടി പോവാണ്. ഉണ്ടോ, പതിയെ 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 നമുക്ക് ഓഫ് റോഡിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ സ്റ്റിയറിംഗ് എല്ലാം പ്രൊപ്പോർഷനാണ്. ഇതുണ്ടോ, നമ്മൾ ടേൺ ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ ടേൺ ചെയ്യത്തുള്ളൂ. ഇനി നമുക്ക് കുറച്ചുകൂടി സ്പീഡ് കൂട്ടാം. മിഡിലിട്ട് നോക്കാം. കുറച്ചുകൂടി സ്പീഡ് കൂടുതൽ കേട്ടോ. പക്ഷെ എന്നാലും നമുക്കത് സ്ലോയിൽ കൊണ്ടുപോകണമെങ്കിൽ സ്ലോയിൽ കൊണ്ടുപോകാം, സ്പീഡ് കൂട്ടണമെങ്കിൽ സ്പീഡ് കൂട്ടാം. നമുക്ക് കുറച്ചും കൂടി ഹൈലിടാം. ഇതുണ്ടോ ഹൈ സ്പീഡ് ഇല്ല. അതാണ് കഴിച്ചത് അതിൻ്റെ ഹൈ സ്പീഡ്. പിന്നെ അതുപോലെ നമുക്ക് ലോയിലിട്ട് വെക്കാം. അതുപോലെ ഇത് റിവേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, റിവേഴ്സ് എടുക്കുമ്പോഴത്തേക്കും റിവേഴ്സ് ആ ലൈറ്റ്, പിന്നെ അപ്പുറത്തെ ആ ലൈറ്റും കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. നോക്കിയാ മൂഡ്. നമുക്ക് ഇവിടെ കേട്ടോ ലൈറ്റ് ഓൺ ഓഫ് കണ്ടോ. പക്ഷെ ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യും. ലൈറ്റ് ഓഫ് ആണെങ്കിൽ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കൊള്ളാം. പിന്നെ ലൈറ്റ് നമുക്ക് ഓൺ ചെയ്യാം. പിന്നെ ഗൈസ് വേറെ സംഭവം എന്ന് വെച്ചാൽ ഈ റിമോട്ടിൽ ലെഫ്റ്റിലോട്ട് തിരിക്കാൻ നേരത്ത്, റൈറ്റിലോട്ട് തിരിക്കാൻ നേരത്ത് ഇത് കണ്ടോ, ഇവിടെ ലൈറ്റ് എത്തും. ലെഫ്റ്റിലോട്ട് തിരിക്കാൻ നേരത്ത് ഇവിടെ ലൈറ്റ് എത്തും. കണ്ടോ, കൊള്ളാട്ടോ. പിന്നെ ആക്സിലറേഷൻ കൊടുക്കാൻ നേരത്ത് ഇവിടെയും ലൈറ്റ് എത്തും. ഇതൊക്കെ അത് കൊള്ളാട്ടോ. നമ്മളിപ്പോൾ ചെറിയൊരു പരീക്ഷണം നടത്താൻ പോകണം ഗൈസ്. നമുക്ക് ഈ നമ്മുടെ വില്ലീസിൻ്റെ പുത്തൻ ടയേഴ്സ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഈ ടയേഴ്സിൻ്റെ മുകളിൽ കൂടെ നമുക്ക് നമ്മുടെ വണ്ടി ലോ ഗിയറിലിട്ട് അങ്ങനെ പതിയെ പതിയെ അങ്ങ് ഓടിച്ചു നോക്കാം എന്താണ് അവസ്ഥ എന്നറിയാലോ. ഉണ്ടോ, ഒരു ആംഗിളൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അതുണ്ടോ, കൊള്ളട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നമുക്ക് ഇതിനെ പുറത്തെടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് ഇവൻ്റെ കുറച്ച് ഓഫ് റോഡിങ് വീഡിയോസ് കാണാം. അതായത് നമുക്ക് ഈ മിറർ, സൈഡ് മിററൊക്കെ നിവർത്താൻ ഇങ്ങനെ മടക്കി വെക്കാനൊക്കെ പറ്റും കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ബക്കറ്റ്സ് കാര്യങ്ങൾ, ഒരു ഗ്ലാസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വയറിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നമുക്കിത് എന്തോരം വേണമെന്നുണ്ടെങ്കിലും ബിൽഡ് ചെയ്യാം. പിന്നെ അതുപോലെ പെയിൻറ്റിങ് ചെയ്യാം. പിന്നെ ഇവിടെ ഇത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് റിമൂവ് ചെയ്ത് നമുക്ക് പിക്കപ്പ് സൈഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ കുറേ പണികൾ ചെയ്യാൻ പറ്റും കഴിച്ചത്. ഗ്രില്ലിൻ്റെ അവിടെ തന്നെ ലാൻഡ് റോവർ ഭയങ്കര അവരുടെ ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കിടിലം രീതിയിൽ തന്നെയാണ് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത്. ഗൈസ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് അവൈലബിൾ ആണ്. സോ ആകെ 2 ബോക്സ് ഉള്ളൂ. ബാക്കി 2 ഉണ്ടായതൊക്കെ സോൾഡായി. നമ്മൾ വീട്ടിൽ ഇടുന്നതിന് മുന്നേ സോൾഡായി ഗൈസ്. അപ്പോൾ ആകെ 2 ബോക്സ് ഉള്ളൂ. അപ്പോൾ വേണ്ടവർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ വാട്സപ്പ് ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ വെബ്സൈറ്റിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ലാൻഡ് റോവർ ഗൈസ് മേടിക്കാവുന്നതാണ്. ഓക്കെ,
ഗൈസ് അങ്ങനെ നമ്മൾ പുറത്ത് പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്, കാരണം നല്ല മഴയുണ്ട് കേട്ടോ ഗൈസ്. റിമോട്ടൊക്കെ അതെ നനഞ്ഞിട്ടുണ്ട് കുറച്ച്. അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്, കാരണം ഇന്ന് നല്ല മഴയുള്ള സമയം കൂടിയാണ്. അപ്പോൾ ഗൈസ് വണ്ടി ഒരു രക്ഷയില്ല, നല്ല രീതിയിൽ ഓഫ് റോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈസ് വൈസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ ഞാൻ എൻ്റെ കൈ, പക്ഷേ നമ്മുടെ ഒറിജിനൽ ഡിഫൻഡർ വെച്ചിട്ട് കാണിച്ചു തരാം എന്തോരം സൈസ് ഉണ്ടാവും. ഓക്കെ, ഒറിജിനൽ ഡിഫൻഡർ എന്ന് വെച്ചാൽ നമ്മുടെ 1/10 സ്കെയിലാട്ടോ ഉദ്ദേശിച്ചത്. ഇതുണ്ടോ കണ്ടോ, ഇത്രയും സൈസ് വ്യത്യാസമുണ്ട്. ഇവനെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇവിടെ ക്യാരിയറിൽ ഇങ്ങനെ വെക്കാം. കണ്ടോ, ഇത്രയും സൈസ് വ്യത്യാസമുണ്ട്. അത് 19,500 ഇതും 75,000 80,000 രൂപയുടെ വ്യത്യാസമുണ്ട്. പക്ഷേ വണ്ടി നല്ല ക്വാളിറ്റിയാണ്, കാരണം ഒരു രക്ഷയില്ല. അതിൻ്റെ ബോഡി ഇതാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ക്യാരിയറൊക്കെ ഊരിക്കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഡിഫൻഡറിൻ്റെ ഒരു ലുക്ക് കിട്ടും. നമ്മുടെ ആ ബോക്സിൽ കണ്ടോല്ലേ. അപ്പോൾ അതെ, ഈ ഡിഫൻഡർ നമുക്ക് സെയിലിനുള്ള കേട്ടോ. നമ്മുടെ RC മോട്ടോർസിൻ്റെ വെബ്സൈറ്റിൽ പ്രീ ഓൺഡ് സെക്ഷനിൽ യൂസ്ഡ് വെഹിക്കിൾസിൽ കിടക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം അപ്ഗ്രേഡ് ചെയ്ത വണ്ടിയാണ്. അതായത് മെറ്റൽ അലോയ്സ്, പിന്നെ അതേപോലെ ടയേഴ്സ്, പിന്നെ അതെ ഷാഫ്റ്റ് കണ്ടോ, മെറ്റൽ ഷാഫ്റ്റൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. പിന്നെ അതെ വിഞ്ച് കണ്ടോ, വിഞ്ചിൻ്റെ സ്വിച്ച് നമുക്ക് ഇവിടെ തന്നെ ഇവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ അതേപോലെ സെർവോസ്, സസ്പെൻഷൻ, അങ്ങനെ കുറേ. പിന്നെ അതേപോലെ ലൈറ്റ് കിറ്റ്, പിന്നെ ഇവിടെയൊക്കെ ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആക്സറീസ്, ബക്കറ്റൊക്കെ ഉണ്ടോ ഗൈസ്. അപ്പോൾ അത് ഇവിടെ ബാക്കിൽ ഒരു മെറ്റലിൻ്റെ ഇതൊക്കെ, പിന്നെ ആക്സറീസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെയിലുള്ളതാണ്, നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് നമ്മുടെ വണ്ടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം ഗൈസ്. ഓക്കെ, അതുപോലെ 2 സ്റ്റോക്കുള്ളൂ. നിങ്ങൾക്ക് നേരെ RC മോട്ടോർസിൻ്റെ വെബ്സൈറ്റിൽ പോകാം, അല്ലെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം, നിങ്ങൾക്ക് ബൈ ചെയ്യാം. ഓക്കെ, 2 വണ്ടികൾ മാത്രമേ ഉള്ളൂ ഗൈസ്.